ആക്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? അശ്വതി, ഇപ്പോൾ ഔദ്യോഗികമായി 7 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ 10ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുണ്ട്. അവരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭ്യമാവുന്ന വിവരം. എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. RCBയുടെ വിജയാഘോഷത്തിന്റെ സ്വീകരണ പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ വലിയ തിക്കിലും തിരക്കിലും ഏർപ്പെട്ട 7 പേരുടെ മരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ RCB ടീമംഗങ്ങൾ അവിടേക്ക് സ്റ്റേഡിയത്തിന് മുന്നിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെയാണ് അത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടാവുകയും ചെയ്തത്. കാരണം സ്റ്റേഡിയത്തിനകത്തേക്ക് മുൻകൂട്ടി തന്നെ നേരത്തെ ഈ വിധാൻസൗധയിലെ സ്വീകരണ പരിപാടികൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി താരങ്ങളെ 2 വാഹനങ്ങളായി കർണാടകയിലെ വിധാൻസൗധയിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ സമയത്ത് ആരാധകർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലും റോഡിന് ഇരുവശവും ഒക്കെ തന്നെ തടിച്ചുകൂടുകയും ചെയ്തിരുന്നു. പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ആരാധകർ ഇവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അവരെ ഒരു കണക്കൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ അകത്തേക്ക് ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ഈ സമയത്ത് 3 കവാടങ്ങളിലൂടെ ആളുകളെ പ്രവേശിപ്പിക്കാനായിരുന്നു തീരുമാനം. ഈ സമയത്താണ് ആരാധകരും പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു. തുടർന്നുണ്ടായ അപകടത്തിലാണ് ഇപ്പോൾ 7 പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. 7 പേർ മരിച്ചെന്നുള്ള വളരെ ദുഃഖകരമായ വാർത്ത പുറത്തു വരികയും ചെയ്യുന്നത്. 10 പേരുടെ നില അതീവമായ ഗുരുതരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നു. എന്തായാലും വിജയാഘോഷത്തിനിടെ ഉണ്ടാകുന്ന ദുരന്തം 18 വർഷത്തിന് ശേഷം ഒരു ആദ്യ കന്നിക്കിരീടമെന്നുള്ള RCBയുടെ ആ നേട്ടം ആഘോഷമാക്കാനെത്തിയ ആരാധകർക്കാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തിലൂടെ മരണം സംഭവിച്ചിരിക്കുന്നത്. 7 പേർക്കാണ്. അതിൽ 7 പേർ ആരൊക്കെയാണ് എന്നുള്ള അടക്കമുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും ചെയ്യും. ആദ്യം ഒരാളുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചത്. പിന്നീട് 20-ലധികം പേരെ പരിക്കേറ്റതിനെ തുടർന്ന് അടുത്തുള്ള സമീപത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിൽ ഇപ്പോൾ 7 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള ഏറെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. 10ഓളം പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്തു. നമുക്കറിയാം ഒട്ടേറെ പേർക്ക് എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് RCB ടീം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് വരില്ല എന്നുള്ളത് തന്നെയാണ്. RCB ടീം നിലവിൽ ഹോട്ടലിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തകൾ കൂടി വരുന്നു. കാരണം 7 പേരുടെ മരണത്തിനിടയാക്കിയ ഒരു സംഭവം. അതുകൊണ്ട് തന്നെ വിജയാഘോഷത്തിന്റെ ഭാഗമായി അല്പസമയത്തിന് മുമ്പ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് താരങ്ങൾ വിക്ടറി പരേഡിലൂടെ തുറന്ന വാഹനത്തിലെത്തുമെന്നായിരുന്നു അറിയിച്ചെങ്കിൽ ഇപ്പോൾ ആ തീരുമാനം വന്നിരിക്കുന്നു. RCB ടീം തിരികെ ഹോട്ടലിലേക്ക് പോകുന്നു. വിജയാഘോഷ സംഭവ പരിപാടികൾ ഇനി ഉണ്ടാകുമോ എന്നുള്ള അനിശ്ചിതത്വത്തിലേക്ക് പോകുന്നു. ആ കാര്യത്തിലൊരു തീരുമാനം ഇനി ഔദ്യോഗികമായി വരേണ്ടതായിട്ടുണ്ട്. അതായത് നിലവിൽ ടീമംഗങ്ങൾ വിധാൻസൗധയിൽ നിന്ന് നേരത്തെ നിശ്ചയിച്ച പോലെ തുറന്ന വാഹനത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചെങ്കിൽ ആ പരിപാടിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അവിടെ നിന്ന് അതേ വാഹനത്തിൽ താരങ്ങൾ ഹോട്ടലിലേക്ക് പലയിടത്തും ഇപ്പോഴും അവിടെ ആളുകൾ തിങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അവിടെ പോലീസ് പലയിടത്തും ലാത്തി വീശുന്നത് കാണുന്നുണ്ട്. മിഥുൻ, ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു പരേഡിന് സ്റ്റേഡിയത്തിലേക്ക് പരേഡിന് അനുവദിക്കാതെ പോലീസ് ആദ്യം ഒന്ന് പിടിച്ചിരുന്നു. പക്ഷേ വലിയ സമ്മർദ്ദം ടീമിന്റെ ഭാഗത്തു നിന്നും താരങ്ങളുടെ ഭാഗത്തു നിന്നും ആരാധകരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഈ വിക്ടറി പരേഡ് പിന്നീട് നടത്താമെന്ന് തീരുമാനിച്ചത്. അത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചിരിക്കുകയാണിപ്പോൾ. അശ്വതി, തീർച്ചയായും. കാരണം സ്വാഭാവികമായും ഇത്തരത്തിൽ 18 വർഷത്തിന് ശേഷം ഇത്തരത്തിലൊരു കന്നിക്കിരീടം സ്വന്തമാക്കുന്നു. ഏറെ നാളായി കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കന്നിക്കിരീടം RCBയെ തേടി എത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ ആഘോഷമാക്കി മാറ്റാൻ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തന്നെ ആരാധകർ വലിയ വിന്യാസമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഒരു വിക്ടറി പരേഡ് അടക്കം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി നിരവധി ആരാധകർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്തേക്കും ഒപ്പം തന്നെ വിധാൻസൗധയ്ക്ക് സമീപത്തേക്കും എയർപോർട്ടിന് സമീപത്തേക്കും ഒക്കെ തടിച്ചുകൂടിയെന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. രാവിലെ മുതൽ തന്നെ ആരാധകരുടെ ഒരു വലിയ വിന്യാസം ഈ മേഖലകളിലൊക്കെ ഉണ്ടായിരുന്നു. നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവരെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി. പക്ഷേ കാര്യങ്ങളൊക്കെ തന്നെ വളരെ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വിധാനസൗധയിലേക്ക് 2 വാഹനങ്ങളായി ആരാധകർ പോകുന്ന സമയത്തൊക്കെ തന്നെ കൃത്യമായി ഈ പോലീസിന്റെ ഭാഗത്ത് നിയന്ത്രണം ഉണ്ടായിരുന്നു. പക്ഷേ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനിടയിലാണ് ഈ ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്നത്. ആ സമയത്ത് താഴെ വീണ സ്വാഭാവികമായും മുന്നും തള്ളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ താഴേക്ക് പതിക്കാം. ആ സമയത്തുണ്ടായ അപകടത്തിലാണ് 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 10 പേരോളം നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നിശ്ചയിച്ചിരുന്ന വിക്ടറി പരേഡ് ഇപ്പോൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം വിധാൻസൗധയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന താരങ്ങൾ തുറന്ന വാഹനത്തിൽ കിരീടം ഉയർത്തിക്കൊണ്ട് ആരാധകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിൽ ആ പരിപാടിയിൽ ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു.